മുനമ്പത്തെ താമസക്കാർക്ക് നീതി ഉറപ്പാക്കാൻ വൈകരുതെന്ന് അഭ്യർത്ഥിച്ച് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. ഇനി മുനമ്പത്തെ ഭൂമി വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് മാറ്റി നീതി നടപ്പാക്കാനുള്ള സത്വര നടപടികളാണ് ഉണ്ടാകേണ്ടതെന്നും പറഞ്ഞ അംബ്രോസ് പിതാവ് നീതി നടപ്പാക്കും വരെ സമാധാന വഴികളിലൂടെ പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KRLCCയുടെയും വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളുടെയും സമുദായ സംഘടനകളുടെയും നേതൃത്വത്തിൽ മുനമ്പം കടപ്പുറം വേളാങ്കണ്ണി മാതാ പാരിഷ് ഹാളിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്ദ്യ പിതാവ്. മുനമ്പത്തെ താമസക്കാർക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാരുകളും നീതിപീഠവും വൈകരുതെന്ന് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അഭ്യർത്ഥിച്ചു. മുനമ്പത്തെ ജനതയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ശുപാർശ സമർപ്പിക്കുന്നതിന് നിയമിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞുവെന്നും ഇനി മുനമ്പത്തെ ഭൂമി വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് മാറ്റി നീതി നടപ്പാക്കാനുള്ള സ്വത്വര നടപടികളാണ് ഉണ്ടാകേണ്ടതെന്നും പറഞ്ഞ അംബ്രോസ് പിതാവ് നീതി നടപ്പാകും വരെ സമാധാന വഴികളിലൂടെ പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KRLCCയുടെയും വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളുടെയും സമുദായ സംഘടനകളുടെയും നേതൃത്വത്തിൽ മുനമ്പം കടപ്പുറം വേളാങ്കണ്ണി മാതാ പാരിഷ് ഹാളിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ്. സമിതിയുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് കടപ്പുറം ഇടവകയുടെ വികാരിയച്ഛനായിട്ടുള്ള അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ വിജയം നേടുന്നത് വരെ മുന്നോട്ട് പോകണം, മുന്നോട്ട് തന്നെ ആയിരിക്കും. അതിനുവേണ്ടി കൂടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സംഘടനകളെയും എല്ലാ നേതൃത്വ നിരകളെയും അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായ എല്ലാ വ്യക്തികളെയും നന്ദിയോടെ ആദരവോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നിയമ നിർമ്മാണം ലെജിസ്ലേറ്റീവ് നമുക്ക് ഉണ്ട്. എന്നാൽ ഇത്രയും നാളായിട്ട് ഈ നിയമ നിർമ്മാണ ഉന്നത സമിതിക്കോ എക്സിക്യൂട്ടീവ് നിയമ നിർവഹണ സമിതിക്കോ അതുപോലെ തന്നെ നിയമ സംരക്ഷണ സമിതി ജുഡീഷ്യറിക്കോ ഈ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് എന്നും ഒരു സങ്കടകരമായ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ണീര് നിറഞ്ഞ ഒരു സമയമായിട്ട് അല്ലെങ്കിൽ സംഭവമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അവിടെ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ പാർട്ടികളോ ആരും ശരിയായ ദിശയിൽ കടന്നു വന്ന് ഇവിടെയുള്ളവരെ സഹായിക്കുവാനായിട്ട് ദ്രുതഗതിയിൽ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് അത് ഭൂഷണമല്ല എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ്, അതിൻ്റെ മന്ത്രി, അതോട് ചേർന്നുള്ള ഗവൺമെന്റ്, അഡ്വക്കേറ്റ് ജനറൽ എന്നിവരെ ഇടപെട്ട് എത്രയും വേഗം നമ്മുടെ ഈ വഖഫ് ആസ്തി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ 610 കുടുംബങ്ങളുടെ പേര് എത്രയും വേഗം അത് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയം. അതുപോലെ തന്നെ കോടതി അടിയന്തരമായിട്ട് ഇടപെട്ട് വഖഫ് ട്രൈബ്യൂണലും കോടതി ഇടപെട്ട് ഈ മക്കളുടെ കണ്ണുനീരിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോട്ടപ്പുറം ബിഷപ്പ് എമരിറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, KRLCC ജനറൽ സെക്രട്ടറി റവറ ഡോക്ടർ ജിജു അറക്കത്തറ, വരാപ്പുഴ അതിരൂപതാ പ്രതിനിധി ഫാദർ ഡെന്നി പെരിങ്ങാട്, KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, കുടുംബി സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ശ്യാംകുമാർ, KLCWA സംസ്ഥാന ജനറൽ സെക്രട്ടറി മെറ്റിൽഡ മൈക്കിൾ, KCYM ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് പോൾ ജോസ്, കടപ്പുറം വേളാങ്കണ്ണി മാതാപ്പള്ളി വികാരിയും ഭൂസംരക്ഷണ സമിതിയുടെ വക്താവുമായ ഫാദർ ആന്റണി സേവ്യാർ തറയിൽ, മുനമ്പം ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി പാലക്കൽ, സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി കുറുമ്പശ്ശേരി എന്നിവരും പ്രസംഗിച്ചു. ഏറ്റവും കൂടുതൽ ദിനം സമരമിരുന്ന അംബ്രോസ് വർഗീസ് ഇട്ടിത്തറ സമരത്തിന്റെ പോസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്ത ഭിന്നശേഷിക്കാരനായ അമ്പാടി ഷിബു കൈതക്കാട്ട് എന്നിവരെ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ആദരിച്ചു. വൈദികരും സന്യസ്തരുമടക്കം KRLCCയിൽ നിന്നും വരാപ്പുഴ കോട്ടപ്പുറം കൊച്ചി രൂപതകളിൽ നിന്നും KLCA, KLCWA, KCYM, CSI, KLM, CLC തുടങ്ങിയ വിവിധ സംഘടനകളിൽ നിന്നും ഭൂസംരക്ഷണ സമിതിയിൽ നിന്നുമായി നിരവധി പേർ പങ്കെടുത്തു. ഷെക്കേന ന്യൂസ്, കൊച്ചി.